നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മട്ടൻ ബിരിയാണി തയ്യാറാക്കാം. അതിനുവേണ്ടി 1-2 സവോള സൺഫ്ലവർ ഓയിലിൽ വറുത്ത് കോരിയെടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്ത് കോരാം. 1 ടീസ്പൂൺ കുരുമുളക്, അനീസീഡ് അഥവാ പെരിഞ്ജീരകം നല്ലപോലെ അരച്ചെടുക്കാം. അരപ്പിടി വീതം പുതിന, മല്ലിയില എന്നിവ ചതച്ചെടുക്കുക. പച്ചമുളക് 8-10 ചതച്ചെടുക്കാം. എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഒരു കഷ്ണം ഇഞ്ചി, 8-10 വെളുത്തുള്ളി അല്ലി എന്നിവ ചതച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 600 ഗ്രാം മട്ടൻ കഷ്ണങ്ങളെ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. 2 സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചതച്ച ചേരുവകൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം, കുരുമുളക് പേസ്റ്റ്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, കുറച്ച് സവോള വറുത്തത്, 2 ടേബിൾ സ്പൂൺ തൈര്, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് തിരുമുക. ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി കുറച്ചു നേരം മാറ്റി വെക്കാം. അടുപ്പത്ത് വെക്കാൻ നേരം ചതച്ച മസാലകൾ കഴുകിയ വെള്ളം ഒരു 1/2 ഗ്ലാസോളം കഷ്ടി ഒഴിച്ചു കൊടുക്കാം. മട്ടൻ വേവുന്നവരെ വേവിക്കാം. 4 വിസിലാണ് ഇവിടെ വന്നത്. പ്രഷർ പോയി തുറന്നതിന് ശേഷം അധികമുള്ള വെള്ളം കുറച്ച് മാറ്റി വെക്കാം. ഇനി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതേ സമയം നെയ്ച്ചോറ് തയ്യാറാക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഒഴിച്ച് അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 3-4 ഏലക്കായ, ഗ്രാമ്പു ഇവ ഇട്ട് കൊടുക്കുക. മൂത്തതിന് ശേഷം 2 കപ്പ് ബസ്മതി അരി നല്ലപോലെ കഴുകി 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബസ്മതിക്ക് പകരം കൈമാരിയും യൂസ് ചെയ്യാം. നല്ലപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. അതിന് ശേഷം തിളച്ച വെള്ളം 1-1.25 കപ്പ് എന്നുള്ള രീതിക്ക് 3.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ അടച്ച് തിള വന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. ഈ ചോറ് വറ്റിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ്റെ മേലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി സാധാരണ ചെയ്യണ പോലെ വറുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ഗരം മസാല, മല്ലിച്ചപ്പ്, പുതിന ഇവയൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു ലെയർ കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. അതായത് മട്ടൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണമെങ്കിലും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. വിസിലില്ലാതെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ ആവി വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. വിസിൽ വെക്കുകയാണെങ്കിൽ വിസിൽ ശബ്ദം വരേണ്ട തൊട്ട് മുന്നേ ഓഫ് ചെയ്യണം. അതായത് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുമ്പോഴേ ഓഫ് ചെയ്യണം. എന്നിട്ട് പ്രഷർ പോയിട്ട് തുറക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കക്കരിക്ക, സവോള, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്ത് അല്ലെങ്കിൽ കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കുക. ഇളക്കി ഉപയോഗിക്കാം. നല്ല മണവും സ്വാദുമുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ.